ശാന്തി വെൽനസ് ആയുർവേദിക് മെഡിക്കൽ സെന്റർ വെൽനസ് ഷോയിലേക്ക് സ്വാഗതം. ഞാൻ ഡയന സുമൻ. നമ്മളോടൊപ്പം തത്സമയം സ്റ്റുഡിയോയിലുള്ളത് ഡോക്ടർ നീതു ദീപക്. ഡോക്ടർ പ്ലീസ് വെൽക്കം ടു ദ ഷോ. താങ്ക് യു. അപ്പം ഇന്നലെ വെൽനസ് ഷോയിൽ നമ്മുടെ പ്രേക്ഷകരുടെ റിക്വസ്റ്റ് പ്രമാണിച്ച് കഴിഞ്ഞ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ടായിരുന്നെ. പല ആളുകളും UAE വന്നൊരു 10-20 കിലോളം കൂടിയിട്ടുണ്ട്. അപ്പം ഈ കൂടിയ തടി ഇനി ഒബീസ് ആയോ, ഇനി ഒബീസിറ്റി അല്ലേ, പിന്നെ ഇതൊന്ന് കുറച്ച് പഴയ രൂപത്തിലേക്കൊക്കെ എത്തണം എന്ന് ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ തത്സമയം ഷോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഒബിസിറ്റി ആണ്, അതായത് അമിതവണ്ണം. അപ്പം എന്തായാലും ഇത് റിക്വസ്റ്റ് പ്രകാരമാണ് എന്ന് നമ്മൾ സബ് ടൈറ്റിൽ കൊടുത്തുകൊണ്ട് ഷോ സ്റ്റാർട്ട് ചെയ്യാണ്. പ്രേക്ഷകർക്ക് തത്സമയം ഫോൺ ചെയ്യാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 058-804-1310, അതുപോലെ 058-523-1310. 2 നമ്പേഴ്സിൽ വിളിച്ചും ഡോക്ടറോട് സംശയം നേരിട്ട് ചോദിക്കാവുന്നതാണ്. അത് അമിതവണ്ണം തന്നെയല്ല, മറ്റെന്ത് ഹെൽത്ത് റിലേറ്റഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഡോക്ടർ, ആദ്യം തന്നെ ഈ ഒരു 10-20 കിലോ കൂടിക്കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു പെട്ടെന്നൊരു 2 സൈസ് അങ്ങോട്ട് മാറുന്നു. അപ്പോൾ നമ്മൾ ഒബീസ് ആവുമോ? സത്യത്തിൽ നമുക്ക് ഒബീസിറ്റി ആണോ അല്ലയോ എന്ന് നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വെയിറ്റ് ബൈ ഹൈറ്റ് സ്ക്വയർ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് വെയിറ്റ് ഇൻ കിലോഗ്രാം ബൈ ഹൈറ്റ് ഇൻ മീറ്റേഴ്സ് സ്ക്വയർ ചെയ്യുമ്പം എത്രയാണോ കിട്ടുന്നത് അതാണ് നമ്മുടെ BMI, അതായത് ബോഡി മാസ് ഇൻഡെക്സ്. അത് വെച്ചിട്ടാണ് നമ്മൾ ഒബേസ് ആണോ, ഓവർ വെയിറ്റ് ആണോ, ഹെൽത്തി ആണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ BMI കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു 18.5-ന് താഴെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അണ്ടർ വെയിറ്റ് ആണ് മനസ്സിലാക്കുക. 18.5-ന് മുകളിലും എന്നാൽ 25-ന് താഴെ 24.9 വരെ എന്ന് പറയുന്നത് ഒരു ഹെൽത്തി വെയിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അവരുടെ ഹൈറ്റ് ഡിവൈഡഡ് വെയിറ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം ഒരു 25 എബോ ആണെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഓവർ വെയിറ്റ് ആയിട്ട് കണക്കാക്കുക. 25 to 29.9 വരെ ഓവർ വെയിറ്റ് ആയിട്ടും 30 എബോ പറയുമ്പോൾ അതൊരു ഒബേസിറ്റി ആയിട്ടും, അതായത് പൊണ്ണത്തടിയെന്ന് അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. യെസ്, അപ്പം എന്തായാലും കാൽക്കുലേറ്റ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് പ്രധാനമായിട്ടും ഈ ഒബീസ് ആവുന്നതിന് നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിനൊക്കെ കുറ്റം പറയാമെങ്കിലും അല്ലാതെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് മാത്രം, അതായത് ഭക്ഷണം കഴിക്കാണ്ട് ഭക്ഷണം നോക്കുന്ന പോലും ഇല്ല ഡോക്ടറെ ഞാൻ തടി വെക്കുന്നു എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇഷ്ടംപോലെ പത്തോളജിക്കൽ റീസൺസിൽ വരാം. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ എന്തെങ്കിലും ഹോർമോണൽ ഇഷ്യൂ, ലേഡീസിനൊക്കെ സംബന്ധിച്ചിട്ട് PCOD പോലെയുള്ള കണ്ടീഷൻസിൽ ഹോർമോണൽ ഇംബാലൻസസ് വേറെ, ഇപ്പം ഒരു 40-45-ന് എബോ ഉള്ള ആൾക്ക് പോസ്റ്റ് മെനോപോസൽ സിൻഡ്രോം എന്നുള്ള രീതിയിൽ ഹോർമോണൽ ഇംബാലൻസസ് കാര്യങ്ങളൊക്കെ വരാം മെനോപോസിൻ്റെ സമയത്ത്. അപ്പോൾ ഒരു പോസ്റ്റ് മെനോപോസൽ സിൻഡ്രോം എന്നുള്ള രീതിയിൽ വെയിറ്റ് ഗെയിന് കാര്യങ്ങളൊക്കെ വരാം. പിന്നെ നമ്മുടെ ഇതല്ലാതെ കുറച്ച് മെഡിസിൻസിൻ്റെ ഇൻടേക്ക് കാരണം അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് ഗുഷിങ് സിൻഡ്രോംസ് എന്നൊക്കെ പറയുന്നത് പോലെ കുറേ ഓവർ വെയിറ്റ് വരുന്ന കാര്യങ്ങളാണ്. സ്റ്റിറോയിഡ്സിൻ്റെ ഇൻടേക്ക് റെഗുലറായിട്ട്, ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും സ്കിൻ ഇഷ്യൂസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിറോയിഡ്സ് റെഗുലറായിട്ട് ഉപയോഗിക്കുന്നവരാണ്, അല്ലെങ്കിൽ ആർത്രൈറ്റിസ് കംപ്ലയിൻസിന് സ്റ്റിറോയിഡ്സ് ഉപയോഗിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു വെയിറ്റ് ഗെയിൻ ഒരു കാരണമായിട്ട് വരും, ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് വരും. അപ്പം അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ നമുക്ക് കുറേയും കൂടി ആ ഒരു കണ്ടീഷനെ നോക്കിയിട്ടും കൂടെ വേണ്ടിയിട്ട് ഉള്ള ചികിത്സ ആദ്യം കൊടുത്തതിന് ശേഷമായിരിക്കും ഈ ഓവർ വെയിറ്റിനുള്ള ഒരു ചികിത്സ വരുന്നത്. കാരണം എപ്പോഴും അവരുടെ പ്രയോറിറ്റി എപ്പോഴും പ്രൈമറി കണ്ടീഷൻ ആണല്ലോ. അപ്പം അതിനെ ഇപ്പോൾ PCOD പോലെയുള്ള കണ്ടീഷൻസ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വളരെയേറെ കൂടുതൽ റെലവൻ്റ് ആണ്. എസ്പെഷ്യലി ഒരു മെൻസ്ട്രൽ പീരീഡ്സ് തുടങ്ങിയ ഒരു കുട്ടികൾ, മെനാർക്കി തുടങ്ങുന്നത് മുതലേ ഉണ്ട് PCOD ഇഷ്യൂ. അത് ലൈറ്റ് ചേഞ്ചസ് ആയിട്ടായിരിക്കും USG സ്കാനിങ്ങിലും കാര്യങ്ങളിലും ഒക്കെ കാണിക്കുന്നത്. പക്ഷേ ഇവരുടെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് PCOD ഇഷ്യൂസ്, ഹോർമോണൽ ഇംബാലൻസസിലേക്കൊക്കെ വഴിതിരിച്ച്, പിന്നെ തൈറോയിഡ് ഇഷ്യൂസ് ഉള്ളവർക്കും ഈ പറയുന്ന പോലെ ഹെയർ ഫോൾ കാര്യങ്ങൾ വരാം. പിന്നെ ഈ പറയുന്ന വെയിറ്റ് ലോസ് കാര്യങ്ങളൊക്കെ, വെയിറ്റ് ഗെയിനും ഉണ്ട് വെയിറ്റ് ലോസും ഉണ്ട് തൈറോയിഡിൽ. ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറഞ്ഞൊരു കണ്ടീഷനിൽ വെയിറ്റ് ഗെയിൻ ആണ്, പക്ഷെ ഹൈപ്പർ തൈറോയിഡിസത്തിൽ വെയിറ്റ് ലോസ് ആണ് വരുന്നത്. ആള് ഭയങ്കര സ്ലിം ആവും. പിന്നെ വേറെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. ഡോക്ടർ, നമുക്ക് അതിലേക്ക് തിരിച്ചെത്താം. ഒരു കോളർ ചെയ്യുന്നുണ്ട്. ഹലോ, വെൽക്കം ടു വെൽനസ് ഷോ. ഇതാരാണ്? ഹായ്, എന്റെ പേര് അജിത. ഡോക്ടറോട് നേരിട്ട് ചോദിച്ചോളൂ കേട്ടോ. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഇന്നത്തെ വിഷയം അമിതവണ്ണം ആണല്ലോ. അപ്പം എന്റെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിപ്പോ കുട്ടികൾക്ക് രാവിലെ എനിക്ക് 2 മക്കളുണ്ട്. രാവിലെ പോകുമ്പം ചിലര് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഒരു മോള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട് പോകും.
അപ്പം സാധാരണ ഞാൻ കേട്ടിട്ടുണ്ട് ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് കൂടുമെന്ന് പറയുന്നത് സത്യമാണോ? വെയിറ്റ് ലോസ് സാധാരണ രീതിയിൽ നമുക്ക് വെയിറ്റ് കൂടുമോ അതോ വെയിറ്റ് കൂടുമോ? വെയിറ്റ് കൂടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് സത്യത്തിൽ ബ്രെയിൻ ഫുഡാണ്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു മീലാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു രീതി അനുസരിച്ച് രാവിലെ ഏർലി മോർണിംഗ് 5:30 അല്ലെങ്കിൽ 6:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടല്ലോ. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു ഫുഡ് അവർക്ക് കൊടുത്തിട്ടേ അവരെ വിടാവുള്ളൂ. കാരണം പിന്നെ അവർ കഴിക്കുന്ന ഫുഡ് ചിലപ്പോൾ 11 അല്ലെങ്കിൽ 12 ഒക്കെ ആയിരിക്കും. ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടാവാം. പക്ഷെ അതൊരിക്കലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യണ പ്രവണത കൊള്ളില്ല. അത് ബ്രെയിൻ ഫുഡ് ആയതുകൊണ്ടും പിന്നെ അവർക്ക് ടോട്ടൽ ഒരു വെയിറ്റ് ഹോർമോണൽ ഇംബാലൻസസിലേക്കൊക്കെ അത് വരാനുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകിച്ചും കുട്ടികൾക്ക്, പെൺകുട്ടികൾക്കായാലും. പിന്നെ അവർ അതിന് ശേഷം കഴിക്കുന്ന ഫുഡ്സ് ആണെങ്കിൽ കൂടുതലും ജങ്ക് ഫുഡ്സ് ആണോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളിൽ കൂടുതൽ ഫാറ്റ്, അതുപോലെ തന്നെ ചീസി ഫുഡ്സ്, അങ്ങനെ ജങ്ക് ഫുഡ്സ്, പുറത്തുനിന്നുള്ള ആഹാരങ്ങൾ കൂടുതൽ കഴിക്കുമ്പം അത് ഈ ഹോർമോണൽ ഇംബാലൻസസിന് വഴിതിരിക്കും. അങ്ങനെയാണ് കൂടുതൽ തൈറോയ്ഡ് ഇഷ്യൂസ്. ഇപ്പം കുഞ്ഞുങ്ങൾക്ക് പോലും തൈറോയ്ഡ് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒരു 10 വയസ്സൊക്കെയുള്ള കുട്ടികൾക്ക് 60-70 കിലോ ഭാരം കാണിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു ജീവിതശൈലി കൊണ്ട്. ഒരിക്കലും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുത്. അത് ചെറുതാണെന്നുണ്ടെങ്കിലും കൊടുക്കുക എന്നുള്ളതാണ് പറയേണ്ടത്. ഒരു ക്വസ്റ്റ്യനോട് ചോദിച്ചോട്ടെ. ഇപ്പൊ നമ്മള് പെട്ടെന്ന് ഇപ്പം രാവിലെ ഏർലി മോർണിംഗ് കുട്ടികളെ സ്കൂളിൽ അയക്കുമ്പോ അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എങ്കിൽ ഇപ്പൊ നമ്മൾ സാധാരണ രീതി ഇപ്പൊ മലയാളികളാണെങ്കിൽ കൂടുതലും ദോശ, ഇഡലി അങ്ങനെ എല്ലാം റൈസ് ചേർന്ന ഫുഡാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അമ്മമാരാണെങ്കിലും പുട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്നുവെച്ചാൽ അതിനകത്ത് ശരിക്കും എല്ലാ മിനറൽ വൈറ്റമിൻസും ഒന്നും കിട്ടണമെന്നില്ല അതിനകത്ത്. അപ്പം ഇവർക്ക് ഈ ഒരു ഒബേസിറ്റി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഡയറ്റ് റിച്ച് ആയിട്ടുള്ള നല്ല ഹെൽത്തി റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡ് ഒന്ന് പ്രിഫർ ചെയ്യാമോ? നമുക്ക് നോർമലി മോർണിംഗിൽ കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്സ് അധികം കൊടുക്കുന്നതിൽ കാര്യമില്ല. അതിലും നല്ലത് നമുക്ക് പ്രോട്ടീൻസും ഫാറ്റും കണ്ടന്റും ഉള്ള ഫുഡ്സ്. ഫോർ എക്സാമ്പിൾ എഗ്ഗ് കൊടുക്കാം, മിൽക്ക് കൊടുക്കാം. കുഞ്ഞുങ്ങളുടെ ആ ഒരു ഇതനുസരിച്ചിട്ട് നമുക്ക് കൊടുക്കാം, അവരുടെ ടേസ്റ്റ് അനുസരിച്ച്. കൂടുതലും മില്ലറ്റ്സ് അടങ്ങിയിട്ടുള്ള, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റാഗിയുടെ എന്തെങ്കിലും ഒരു സ്മൂത്തി ആയിട്ട് കൊടുക്കാം. അപ്പം കുട്ടികൾക്ക് പ്രിഫറബിൾ ആയിട്ട് അവരുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സ് ആഡ് ചെയ്തിട്ടോ അങ്ങനെയൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. പ്രത്യേകിച്ച് എഗ്ഗ് കഴിക്കുന്നത് രാവിലെ, അല്ലെങ്കിൽ ഏത്തപ്പഴം പുഴുങ്ങിയത് അങ്ങനെയുള്ളതൊക്കെ രാവിലെ മോർണിംഗിൽ കഴിക്കാം, പ്രോട്ടീൻ ആയിട്ടുള്ളത്. പിന്നെ അല്ല ചോറിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ നോർമൽ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് ഇഷ്ടമല്ലാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ കുറച്ച് പൾസസ് ആയിട്ടോ അവരെ അത് ശീലിപ്പിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പാൻ കേക്കായിട്ട് അത് എന്തെങ്കിലും ആ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുക ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ മനസ്സിലായി. ഒരു ക്വസ്റ്റ്യനോട് ചോദിച്ചോട്ടെ. കുട്ടികളെ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മുതിർന്നവരിലേക്ക് വരുവാണെങ്കിൽ ചിലർക്ക് ഈ ലൈഫ് ലോങ് ഡിസീസ് ഉണ്ടാവും. അപ്പൊ അവര് കഴിക്കുന്ന ചില മരുന്നുകള് അവരുടെ മീൻസ് അവരുടെ വണ്ണം കൂട്ടാനും ഒക്കെ ഒരു പരിധി വരെ ദോഷകരമാണ്. നമുക്ക് ആ മെഡിസിൻ എങ്കിലും നിർത്താനും പറ്റില്ല. അപ്പൊ അവർക്ക് കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അത് എങ്ങനെ വെച്ചാല് ഒരു ലൈഫ് ലോങ് ഡിസീസിനൊക്കെ എടുക്കുന്ന ചില മരുന്നുകളുണ്ടല്ലോ. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ ഇപ്പോൾ നമുക്ക് ആ ലൈഫ് ലോങ് ആയിട്ട് എടുക്കേണ്ട മെഡിസിൻസ് എന്താന്നുള്ളത്, ഇപ്പോൾ നിങ്ങൾ അലോപ്പതിക് മെഡിസിൻസ് ആയിരിക്കും അതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അങ്ങനെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് എങ്ങനെയാണ് ആ അസുഖത്തിന് വേറൊരു രീതിയിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയുർവേദത്തിലാണെന്നുണ്ടെങ്കിലും എല്ലാ രീതിയിലുള്ള ചികിത്സകളും അവൈലബിൾ ആണ്. അപ്പം അങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് ട്രീറ്റ്മെൻറ്റ് കണ്ടെത്തി അതിനുള്ള ചികിത്സകൾ കൃത്യമായിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഇതിനോടുള്ള ഡിപ്പെൻഡൻസി കുറയും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സ്റ്റിറോയിഡ് എടുക്കുന്ന ഒരാളാണ്, സ്കിൻ ഡിസീസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ടൊരു കൺസൾട്ടേഷൻ ചെയ്ത് ഫോളോ അപ്പ് ചെയ്ത് അതിൻ്റെ ഒരു 3 months അല്ലെങ്കിൽ 6 months കോഴ്സ് ട്രീറ്റ്മെൻറ്റും മെഡിസിനും ഒക്കെ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ അസുഖത്തിന് എന്തായാലും നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് എന്തായാലും പിന്നീട് ബാക്ക് ടു ആ പണ്ടത്തെ മെഡിസിനിലേക്ക് എടുക്കേണ്ട കാര്യം വരുന്നില്ല. അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും നമ്മളൊന്ന് ചേഞ്ച് ചെയ്യണം. പിന്നെ ഫുഡ് എന്ന ഒരു ഫാക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്ത് കഴിക്കുന്നു എന്നുള്ളത്, നമ്മുടെ വിശപ്പിനനുസരിച്ച് കഴിക്കുന്ന ആഹാരങ്ങൾ നമ്മളുടെ ഇപ്പോൾ ഒരു ആരോഗ്യ പ്രശ്നമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആ രോഗത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് അവർക്ക് ഉചിതമായിട്ടുള്ള ഒരു ഡയറ്റ് നമ്മൾ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഡയറ്റും അവർക്ക് ചേഞ്ച് ചെയ്യാനുള്ളതും കഴിക്കാൻ പാടില്ലാത്തതും കഴിക്കേണ്ടത് നമ്മൾ പറയുന്നത് പഥ്യാപഥ്യങ്ങൾ അത് അവർക്ക് നിർദ്ദേശിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അതനുസരിച്ച് അവർ റെഗുലറായിട്ട് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ സത്യത്തിൽ ഈ മെഡിസിൻ്റെ ഇൻടേക്ക് ഓഫ് സ്റ്റിറോയിഡ്സും അതുപോലെ തന്നെ ഹെവി ആയിട്ടുള്ള ഈ മെഡിസിൻസും ഒരു പരിധി വരെ അവർക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ.
താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് അജിത, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ബൈ. യെസ്, അപ്പോൾ മറ്റ് പ്രേക്ഷകർക്കും ഇതുപോലെ തത്സമയം വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ എന്ത് തരം സംശയങ്ങളാണെങ്കിലും പ്ലീസ് ഡു കോൾ. കാരണം തത്സമയ ഷോ വെക്കുന്നത് തന്നെ നിങ്ങൾക്ക് കൂടുതൽ ബെനിഫിഷ്യൽ ആകാനാണ്. ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡോക്ടർ പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ നിങ്ങളുടെ പ്രശ്നങ്ങളുടെ സൊല്യൂഷനാണ് നമ്മുടെ വെൽനസ് ഷോയിൽ ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ പറഞ്ഞുകൊണ്ടിരുന്ന ചില ഹെൽത്ത് കണ്ടീഷൻസ്, തടി കൂടുന്ന ഹെൽത്ത് കണ്ടീഷൻസ് ആണ്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഡയബറ്റീസ്, പിന്നെ കാർഡിയോവാസ്കുലർ ഡിസീസസ് കാര്യങ്ങൾ, പിന്നെ ഈ PCOD പോലെയുള്ള ഇഷ്യൂസ്, അങ്ങനെയുള്ള കുറേ പാത്തോളജിക്കൽ ഇഷ്യൂസ് ഉണ്ട്. പിന്നെ ഫാറ്റി ലിവർ വളരെ കോമൺ ആണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ഫുഡിൻ്റെ രീതിയാണ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പം കുട്ടികളിൽ കൂടുതലും, കുട്ടികളിൽ നിന്നല്ല, ഗൾഫിൽ താമസിക്കുന്ന ഒരു 90% ആൾക്കാരും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടാണ് എന്നുള്ള ഒരു വളരെ ട്രൂത്താണ് അത്. ചിയ സീഡ്സ് ഒക്കെ വെള്ളത്തിലിട്ട് തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വാങ്ങിച്ച് സ്ഥിരം ചെയ്യും. അതുകൊണ്ട് ദോഷങ്ങൾ ഒരിക്കലും ഇല്ല. പക്ഷെ നമ്മളത് കഴിക്കുന്നതിൻ്റെ അളവ് എത്രത്തോളം നമ്മൾ കഴിക്കുന്നു, അതൊക്കെ നമ്മൾ എല്ലാ ഫുഡും നമ്മൾ കഴിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ പുതിയ രീതികൾ ഫോളോ ചെയ്യേണ്ടെന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. പക്ഷെ നമ്മൾ കഴിക്കേണ്ട മീൽസ് നമ്മളുടെ ശരീരത്തിൻ്റെ അഗ്നി, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ രീതികൾ എങ്ങനെയാണെന്ന് നമുക്ക് തന്നെ ഒരു അസസ്മെൻറ്റ് വേണം. അതിപ്പോൾ നമുക്ക് ഒരു ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. നിങ്ങളുടെ ശരീരപ്രകൃതി എങ്ങനെയുള്ളതാണ്, കഫപിത്തമാണോ വാതപിത്തമാണോ, അല്ലെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകം എന്തെങ്കിലും ഒഴിവാക്കേണ്ടതായിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർദ്ദേശം എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഫോർ എക്സാമ്പിൾ ഈ ബ്രേക്ക്ഫാസ്റ്റിൽ എന്ന് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് ഇൻടേക്ക് കുറച്ച് ഫാറ്റും പ്രോട്ടീൻസും കൂടുതൽ എടുക്കുക. അതുപോലെ തന്നെ ലഞ്ചിൻ്റെ ടൈമിലും പ്രോട്ടീൻസും ഫാറ്റും കൂടുതൽ എടുക്കുക. എന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കാം. അതുപോലെ തന്നെ ഈവനിങ് മീലിൽ എപ്പോഴും അതൊരു 6-7 കഴിക്കാൻ നോക്കുക. അത് ഈ കൂടുതൽ ഫൈബർ റിച്ച് ഫുഡ്സ് കഴിക്കാൻ നോക്കുക. അങ്ങനെയുള്ളത് നമ്മൾ കൂടുതൽ പറയും. പിന്നെ മോർണിംഗിൽ ഈ പറയുന്ന ചിയ സീഡ്സ് ആണെന്നുണ്ടെങ്കിലും സ്മൂത്തീസ് ആണെന്നുണ്ടെങ്കിലും കുറച്ച് ന്യൂട്രീഷ്യസ് ആയിട്ട് കഴിക്കാം. എന്തിരുന്നാലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീല് മോർണിംഗിൽ വേണ്ടത് നിർബന്ധമാണ്. അത് എന്തായാലും അപ്പോൾ ഓരോരുത്തരുടെയും ശരീരപ്രകൃതി അവർക്ക് അറിയുള്ളൂ. അവർ എന്ത് കഴിച്ചാൽ വണ്ണിക്കും, അല്ലെങ്കിൽ എന്ത് കഴിച്ചാലാണ് അവർക്ക് ഒട്ടും പറ്റില്ല എന്നുള്ളൊരു സ്ഥിതിവിശേഷമൊക്കെ അത് ഒരു ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ അവർക്കൊരു വ്യക്തത കിട്ടും. ഈ ഫാറ്റി ലിവർ പോലെയുള്ള കണ്ടീഷൻസിൽ എന്ന് പറഞ്ഞാലും പ്രധാനമായിട്ടും ഈ ഓവർനൈറ്റിൽ ലേറ്റ് നൈറ്റ് ഫുഡ്, പിന്നെ ലേറ്റ് നൈറ്റ് ഉറക്കം, ഇതൊക്കെയാണ് ഫാറ്റി ലിവറിലേക്ക് വഴിതിരിക്കുന്നത്. നമ്മൾ പ്രവാസികളുടെ ഒരു കാഷ്വൽ ലൈഫ് സ്റ്റൈൽ. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, പക്ഷെ അതിനോടനുബന്ധിച്ച് ഹെവി ഡിന്നറാണ് എല്ലാവരും കഴിക്കുന്നത്. അപ്പോൾ അത് ഒരു 7 o'clock 8 o'clockനുള്ളിൽ മാക്സിമം. അപ്പോൾ പലർക്കും അതിന് റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളുണ്ട്. ജോലി അത് കഴിഞ്ഞ് വരുമ്പോൾ 9 മണിയാവും 10 മണി. ഞാൻ സ്ഥിരം കേൾക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ OP-യിൽ. ഒട്ടുമിക്ക ആൾക്കാർക്കും വൈകിട്ട് വരുന്ന സമയം 9 മണി 10 മണി. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമുക്ക് ഇത്ര നേരത്തെ ഡിന്നർ കഴിക്കാം? പക്ഷെ നമ്മൾ ഒരു കാര്യമുണ്ട്, നമ്മളായിട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങൾക്കും ഒരു സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ വേണമെന്ന് വെച്ചാൽ എല്ലാം നടക്കും. അതെ, നമുക്ക് അടുത്തൊരു കോളർ ചേരുന്നുണ്ട്. കോളിലേക്ക് പെട്ടെന്ന് തന്നെ പോയിട്ട് വരാം. എന്നിട്ട് നമുക്ക് സൊല്യൂഷൻസ്, അതായത് തടി കുറയ്ക്കാനുള്ള വഴികളും പറഞ്ഞു തരുന്നുണ്ടാകും ഷോയിൽ. നമസ്കാരം, വെൽക്കം ടു വെൽനസ് ഷോ. ഇതാരാണ്? ഹലോ, എൻ്റെ പേര് അപ്സര. ക്ലിയർ ആവുന്നില്ല. പേര്? ഹലോ, പേര് അപ്സര. അപ്സര, ഡോക്ടറോട് സംസാരിച്ചോളൂ. നല്ല പേരല്ലേ? ഓൾറൈറ്റ്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഞാനിപ്പോ നാട്ടിലായിരുന്നു, ഇപ്പൊ UAE എത്തിയതാണ്. UAE എത്തിയത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളങ്ങനെ ബോഡി അങ്ങനെ അനങ്ങിക്കൊണ്ടുള്ള ഒരു പരിപാടിയും ചെയ്യുന്നില്ലല്ലോ. അതെ അതെ. അപ്പൊ ഇവിടെ വന്നതിന് ശേഷമാണ് ഇപ്പൊ വെയിറ്റ് ഒക്കെ കൂടിയിട്ടുള്ളത്. അപ്പൊ എനിക്ക് വർക്കിന്റെ തിരക്കിൽ അങ്ങനെ ഇപ്പൊ ജിമ്മിന് പോകാനോ അങ്ങനെ ടൈമും കിട്ടുന്നില്ല വർക്ക്ഔട്ട് ചെയ്യാൻ. അപ്പൊ ഒരു കൃത്യമായ ഒരു ഡയറ്റ് പ്ലാൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു തരുമോ? ഒരു നമുക്ക് നോർമലി എന്ത് മീലാണ്, ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ മീൽ തന്നെയല്ലേ കഴിക്കുന്നത്. അപ്പോൾ കഴിക്കുന്ന ആഹാരം നമ്മൾ എനർജി ആയിട്ട് ലോസ് ആവുന്നില്ല. അതാണ് നമ്മുടെ ഇവിടുത്തെ ഉള്ള ഒരു വിഷയം. അതായത് നാട്ടിലൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് നമ്മുടെ വീടിൻ്റെ ചുറ്റും അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് അവിടെ ഇവിടേക്ക് നടക്കുമ്പോൾ തന്നെ അതിൻ്റെ എനർജി ആയിട്ട് ഒന്ന് കൺവേർട്ട് ആവുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒട്ടും തന്നെ എനർജി ആയിട്ട് കൺവേർട്ട് ആവുന്നില്ല. നമ്മൾ ഫുഡ് കഴിച്ചാൽ പിന്നെ ഇരിക്കുക തന്നെയാണ്. വേറെ എക്സസൈസോ കാര്യങ്ങളോ ഇല്ല. ഈ പറയുന്ന ലിമിറ്റേഷൻസ് എല്ലാവരും പറയുന്നതാണ്, ജോലി സംബന്ധമായിട്ടുള്ള തിരക്കുകൾ. അപ്പോൾ എന്തിരുന്നാൽ പോലും നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഒരു സമയം കണ്ടെത്തുന്നുണ്ടെങ്കിൽ നമ്മൾ എക്സസൈസിനും ഒരു സമയം കണ്ടെത്തണം എന്ന് ഞാൻ പറയുള്ളൂ. അതിപ്പോൾ രാവിലെ ആണെങ്കിലും വൈകിട്ടാണെന്നുണ്ടെങ്കിലും ഒരു ½ an hour വാക്ക് നിർബന്ധമായിട്ട് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഒരു മോഡിഫിക്കേഷൻ വേണ്ടതാണ്.
പിന്നെ അതുപോലെ തന്നെ ഡയറ്റിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ച് ആയാലും ഡിന്നർ ആയാലും നല്ല രീതിയിൽ കഴിക്കുക, ഒരു ന്യൂട്രീഷ്യസ് ബാലൻസ്ഡ് മീൽ. അതിപ്പോൾ ഒരാളുടെ ശരിക്കിപ്പം അപ്സരേനെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങളുടെ ഓരോ രീതികളും എങ്ങനെയാണ്, നിങ്ങളുടെ ശരീരപ്രകൃതി എങ്ങനെയാണ്, അപ്പം എന്തൊക്കെ കാര്യങ്ങൾ ഒഴിവാക്കേണ്ട എന്നുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. വേറെ ഹെൽത്ത് കണ്ടീഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ, PCOD-യോ അങ്ങനെയൊന്നും ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർണിംഗ് നമ്മുടെ സൗത്ത് ഇന്ത്യൻ രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ തന്നെ ചെയ്യാം. പക്ഷേ ഇപ്പം 4 ഇഡ്ഡലി കഴിക്കേണ്ടടുത്ത് 1 or 2 ഇഡ്ഡലി ആയിട്ട് കഴിക്കുക. പക്ഷേ അതിൻ്റെ കൂടെ കഴിക്കുന്ന സാമ്പാർ, അതിലുള്ള കഷ്ണങ്ങൾ കാര്യങ്ങളൊക്കെ, വെജിറ്റബിൾസ് ഉണ്ടല്ലോ, വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കാൻ നോക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പുട്ടാണ് കഴിക്കുന്നതെങ്കിൽ ചെറിയ കഷ്ണം പുട്ടും നന്നായിട്ട് അതിൻ്റെ കൂടെയുള്ള കടലക്കറിയോ എന്താന്ന് ഉപയോഗിക്കുന്നത് അത് കൂടുതലായിട്ട് നല്ല അളവിൽ കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഉച്ചയ്ക്കത്തെയാണെന്നുണ്ടെങ്കിലും ചോറ് കഴിക്കാം, ചോറ് കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ കഴിക്കുന്നതിൻ്റെ അളവ് വളരെ ലിമിറ്റഡ് ആയിരിക്കണം. നമ്മളുടെ വിശപ്പ് എങ്ങനെയാണോ അതനുസരിച്ച് ചോറിൻ്റെ അളവ് കുറച്ചും കൂടെയുള്ള ഇലക്കറികളാണെന്നുണ്ടെങ്കിലും ധാന്യങ്ങളാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. എപ്പോഴും കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് കുറവുള്ള ഒരു ഡയറ്റ് വേണം വെയിറ്റ് ലോസിന് ഉദ്ദേശിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ചും പ്രോട്ടീൻസും ഫാറ്റും എടുക്കുന്നതിന് തെറ്റൊന്നുമില്ല. കാലറി ഇൻടേക്കും കുഴപ്പമില്ലാതെ നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ കാർബോഹൈഡ്രേറ്റ്, സ്വീറ്റ് ഇൻടേക്ക് വളരെ കുറവായിരിക്കണം. നന്നായിട്ട് വെള്ളം കുടിക്കണം, കൃത്യസമയത്തിന് ഉറങ്ങണം, ഇത്യാദി കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് ഉണ്ടാവും. 7 മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കാനും പാടില്ല. 7-8 മണിക്കുള്ളിൽ നിങ്ങൾ ഡിന്നർ, അതും ഒരു ഫൈബർ റിച്ച് മീല് കഴിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. എന്നുവെച്ചാൽ പ്രോട്ടീൻ മീൽ കഴിക്കുന്നത് അത്ര ഹെവി ആയിട്ട് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഡൈജഷൻ ഒക്കെ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഈ പറയുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു നോൺ വെജ് ഫുഡ് കഴിക്കുമ്പോൾ എന്തായാലും ഒരു 3 to 4 hours എടുക്കും അതൊന്ന് ഫുൾ ഡൈജഷൻ ആവാൻ. അപ്പോൾ ആ ഒരു ടൈം നമ്മൾ കൊടുക്കാതെ നേരെ കിടന്ന് ഉറങ്ങുന്നത് നമ്മുടെ ശരീരത്തിന് തന്നെ കൊള്ളില്ല, അത് ഫാറ്റായിട്ട് അക്യുമുലേറ്റ് ചെയ്യുകയാണ്. അപ്പം മാക്സിമം നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് കുറയ്ക്കുക. കഴിക്കുന്ന ആഹാരം ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഉണ്ടാക്കുന്ന ഡയറ്റ് പ്ലാൻ ഈ പറയണ പോലെ സ്ട്രിക്റ്റ്ലി ഒരു കുറച്ച് നാളത്തേക്ക് ഉപയോഗിക്കേണ്ട ഡയറ്റ് പ്ലാൻ അല്ല. ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ഒരു ഡയറ്റ് മോഡിഫിക്കേഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് കുറേ അധികം കാലം നിങ്ങൾ അങ്ങനെ ഫോളോ ചെയ്ത് പോയാൽ മാത്രമാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു വെയിറ്റ് ലോസിലേക്ക് എത്തത്തുള്ളൂ. പറയണ പോലെ എക്സസൈസോ കാര്യങ്ങളോ ചെയ്യാനുള്ള ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ടാണ് ഡയറ്റിൽ നല്ലോണം ശ്രദ്ധിക്കാൻ തന്നെ ഞാൻ പറയുന്നത്. Alright. Thank you, Apsara. Thank you so much for calling. ഡോക്ടർ, നമ്മുടെ ഷോയുടെ സമയം ഇങ്ങനെ 1 PM ന്യൂസ് അടുത്ത് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് സൊല്യൂഷൻസ് എന്തൊക്കെയാണ് നമ്മുടെ തടി ഉള്ളവർ, ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ പ്രിവെൻഷൻ നടന്നില്ല, ഓൾറെഡി തടി വെച്ചു, ഇനി അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ടിപ്സ് പറയാം. അതായത് നമുക്ക് ആയുർവേദ ട്രീറ്റ്മെൻറ്റിലൂടെ നന്നായിട്ട് തടി കുറയ്ക്കാം. നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഇതിന് ഓരോ ആൾക്കാരുടെയും കൺസൾട്ടേഷൻ കഴിഞ്ഞതിന് ശേഷം അവർക്ക് കസ്റ്റമൈഡ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാനാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇൻറ്റേർണൽ മെഡിക്കേഷൻസും അതുപോലെ തന്നെ എക്സ്റ്റേണൽ തെറാപ്പീസ്, അതായത് ഉദ്വർത്തനം, ധാന്യാമ്ലധാര, അതുപോലെ പൊടി ഉദ്വർത്തനം എന്നിങ്ങനെ കുറേ ഒട്ടനവധി ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ ഓരോരുത്തരുടെയും ശരീരപ്രകൃതി അനുസരിച്ച് ചെയ്തു പോകുന്നുണ്ട്. അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മെഡിക്കൽ കണ്ടീഷൻ ഉള്ള ഒരാളാണ്, ഒരു പത്തോളജിക്കൽ, ഫോർ എക്സാമ്പിൾ PCOD ഇഷ്യൂസോ ഈ പറയുന്ന തൈറോയിഡ് ഇഷ്യൂസോ ഡയബറ്റിക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു കൺസേൺ ഉള്ള കൊളസ്ട്രോൾ ലെവൽ ഹൈ ആയിട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും നമ്മൾ ആ കണ്ടീഷൻ നോക്കിയിട്ട് ആ കണ്ടീഷൻ അനുസരിച്ച് അവരുടെ ഫുള്ളൊരു ബോഡി അസസ്മെൻ്റ് എടുക്കും. അപ്പോൾ അതിന് ശേഷമായിരിക്കും നമ്മൾ അതിൻ്റെ മെഡിസിൻസ് ആയിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്നതും എക്സ്റ്റേണൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് എന്താണ് വേണ്ടതെന്നുള്ളത് അനുയോജ്യമായിട്ട് പറയുന്നതും. അതിനോടുള്ള ഡയറ്റും അതുപോലെ എക്സസൈസ് കാര്യങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അതിൽ ഇൻസ്ട്രക്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു വെയിറ്റ് ലോസ് ഒരു 1 month 5 to 6 kg അല്ലെങ്കിൽ 8 to 9 kg വരെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ സ്ട്രിക്ട്ലി ഫോളോ ചെയ്യണം എന്നുള്ള ഒരു കാര്യമുണ്ട്. പിന്നെ കൂടുതലായിട്ടും ഓവർ വെയ്റ്റ് അല്ലെങ്കിൽ ഒബേസിറ്റി ആയിട്ടുള്ളവർക്ക് കൂടുതൽ കഫപ്രകൃതിക്കാരാണ്. ഇങ്ങനെയുള്ളവർ എക്സസൈസ് ചെയ്യാനും ഒരു ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും വളരെ മടിയുള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ളൊരു വിഷയം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് ഇവരുടെ പുറകെ നടന്ന് കൗൺസിൽ ചെയ്ത് അവർക്ക് ആ ഒരു ഉത്തമ ബോധ്യം വരുത്തണം. ഡയറ്റ് എന്നുള്ള ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതും ബാലൻസ്ഡ് മീൽ എത്രത്തോളം അവരുടെ ഒരു ഡൈജസ്റ്റീവ് ഫയറിനെ അനുസരിച്ച് നമ്മളെപ്പോഴും ഓവർ ഈറ്റിംഗ് ഉള്ളൊരു ഹാബിറ്റ് ഉള്ളവർക്ക് പ്രത്യേകിച്ച് സ്വീറ്റ്സിനോട് ഭയങ്കരമായിട്ട് ഇഷ്ടംപോലെ ഉണ്ട്. ആൻസൈറ്റി ഭയങ്കരമായിട്ട് വെപ്രോളം കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും
ഓവർ നന്നായിട്ട് ഭക്ഷണം കഴിച്ച് വിശക്കും ആ സമയത്ത്. ആ സ്ട്രെസ് ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കുന്ന പല ആളുകളുണ്ട്. അങ്ങനെയുള്ള അതൊക്കെ ഒരു കണ്ടീഷനാണ്. ആ കണ്ടീഷനെയൊക്കെ നമുക്ക് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അവർക്ക് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ്സും അതിനോടൊപ്പം കൊടുത്തിട്ട് അതിൻ്റെ കൂടെ ഓവർ വെയിറ്റ് എന്നുള്ള രീതിയിലും കൂടെ ചികിത്സിച്ച് പോകുന്നത് നല്ല റിസൾട്ടാണ്. ഒരു കാര്യം കൂടെ ഒന്ന് ചോദിച്ചോട്ടെ ഡോക്ടർ, പൊതുവേ ഇപ്പൊ നിറമുള്ള ഒരാൾ, നിറത്തിലൊരു കാര്യവുമില്ല, എന്നാലും ഒരു നോർമൽ ഒരു കോംപ്ലക്ഷൻ ഉള്ള ഒരാൾ തടി വെക്കുമ്പോൾ പെട്ടെന്ന് ഡാർക്ക് ആവുന്നതായിട്ട് കാണാറുണ്ട്, പ്രത്യേകിച്ച് കുട്ടികളിലാണ്. അതെ അതെ. കഴുത്താട്ടെ പോയിന്റ്സ് ഒക്കെ ഇങ്ങനെ കറക്കുന്നതായിട്ട് കാണും. അതെന്തുകൊണ്ടാണ്? അത് നോർമലി നമുക്ക് ഈ ഹോർമോണൽ ഇഷ്യൂസ് വരുമ്പോൾ പ്രത്യേകിച്ചും PCOD ഉള്ളവർക്ക് നെക്കിൻ്റെ ബാക്കിൽ കഷത്തിലൊക്കെ കറുപ്പ് പാടുകൾ വരും. അത് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് വരുന്നൊരു കണ്ടീഷനാണ്. ആൽബിക്കൻ നൈഗ്രിനസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷന്. അപ്പോൾ അത് ഈ ഒരു അതിൻ്റെ ഫലമായിട്ട് സെക്കൻഡറി ആയിട്ട് വരുന്ന കണ്ടീഷനാണ്. അപ്പോൾ അത് PCOD എന്നുള്ളൊരു കണ്ടീഷന് നമ്മൾ വ്യക്തമായിട്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കി അതിൻ്റെ കാരണങ്ങളെ മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടിയെന്നുള്ള ചികിത്സകൾ കൊടുത്തതിന് ശേഷം ഇതും മാറും. അപ്പൊ ഇപ്പൊ സ്ലിമ്മിംഗ് ഒക്കെ ഒരു ട്രീറ്റ്മെന്റ് എടുത്താലും ഒരു പക്ഷേ തിരിച്ച് കോംപ്ലക്ഷൻ വരില്ലേ? പിന്നില്ലേ. താങ്ക് യു സോ മച്ച് ഡോക്ടർ. അപ്പൊ എന്തായാലും എന്തെങ്കിലും ഓഫറുകൾ ഇപ്പോ ശാന്തി ആയുർവേദിക് വെൽനസ് സെന്ററിൽ ഉണ്ടോ? നമുക്ക് ഒരു ഓവർ ഒബേസിറ്റിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ലോസ് പാക്കേജസ് നമുക്ക് അവൈലബിൾ ആണ്. ഓൾമോസ്റ്റ് 14 days ആണ് നമ്മളെ പാക്കേജിൽ വരുന്നത്. 14 days എന്ന് പറയുമ്പോൾ ഓൾട്ടർനേറ്റ് സെഷൻസ് ആയിട്ട് കൊടുക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഡെയിലി ആയിട്ടും കൊടുക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ അതിൽ ഈ പറയണ പോലെ ഉദ്വർത്തനം പോലെയുള്ള ട്രീറ്റ്മെൻറ്റ്സ്, സ്റ്റീം ബാത്ത്, ഫുൾ ബോഡി മസാജ്, ഓയിൽ മസാജ്, ശേഷം സ്റ്റീം ബാത്ത് ചെയ്യുക, അതുപോലെ ധാര ചെയ്യുക, അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആണ് എക്സ്റ്റേണലി കൊടുക്കുക. അത് കൂടാതെ സ്നേഹപാനം എന്ന് പറയുന്ന നെയ്യ് കഴിച്ച് വണ്ണം കുറയ്ക്കുന്ന ഒരു ചികിത്സ കൂടി അതുകൊണ്ട് വളരെ ലിമിറ്റഡ് ആയിട്ടാണ് 7 days ഉള്ള ട്രീറ്റ്മെൻ്റ് ആണ്. പക്ഷെ അത് ചെയ്യുമ്പോൾ കുറച്ച് അധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ ഈ ഒരു പാക്കേജസിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു 14 sessions ഓൾമോസ്റ്റ് ഒരു ചീപ്പ് റേറ്റിലാണ് നമ്മളിപ്പം പോകുന്നത്. അത്യാവശ്യം അഫോർഡബിൾ ആണ് എല്ലാവർക്കും. അത് വന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ടാണ്. ഡെഫിനറ്റ്ലി. അപ്പം തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഷാർജയിൽ, അബൂഷഗാരയിലും അതുപോലെ തന്നെ ദുബായിലും ഹോർലാൻഡ്സിലും ബ്രാഞ്ചസ് ഉണ്ട്. ഡെഫിനറ്റ്ലി ഒന്ന് വിളിച്ചു നോക്കുക. നിങ്ങൾക്ക് അഫോർഡബിൾ തന്നെയാണ് ഈ പാക്കേജ് എന്നുള്ളത് ഉറപ്പാണ്. അപ്പം എന്തായാലും മേക്ക് യൂസ് ഓഫ് ഇറ്റ്. താങ്ക് യു സോ മച്ച് ഡോക്ടർ. ഇന്നത്തെ എപ്പിസോഡ് ഡെഫിനറ്റ്ലി ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണും എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.